ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കണ്ടെയ്നർ അപകടത്തിലേക്കാണല്ലോ എല്ലാവരുടെയും ശ്രദ്ധ. അപ്പോൾ അതിനെ അടിസ്ഥാനപരമാക്കിയിട്ട് 2-3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു അവസരത്തിലുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, എന്താണ് ഒരു ഷിപ്പിംഗ് കണ്ടെയ്നർ, അതിൻ്റെ യൂസ് എന്താണ്, അതിൻ്റെ ഒരു ലൈഫ് എന്താണ്, അതിന് ഏകദേശം എന്ത് വെയിറ്റ് വരും, എങ്ങനെയാണത് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരു ഷിപ്പിംഗ് കണ്ടെയ്നറിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ഷിപ്പിംഗ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്ന ഒരു ബോക്സാണ്. ആ ബോക്സ് സാധാരണ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ, വെതറിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ കോട്ടൺ സ്റ്റീൽ എന്ന് പറയുന്ന നാച്ചുറൽ ആയിട്ടുള്ള റസ്റ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ തേയ്മാനങ്ങളോ ഒക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സ്റ്റീൽ വെച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഒരു ഡ്രൈ സ്റ്റോറേജ് കണ്ടെയ്നർ, അതായത് ആംബിയൻ ടെമ്പറേച്ചർ, നോർമൽ ടെമ്പറേച്ചറിൽ സാധനങ്ങൾ കൈകാര്യം ചെയ്യാനും വസ്തുക്കൾ ട്രാൻസ്പോർട്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ. രണ്ടാമത്തത് റീഫർ കണ്ടെയ്നറാണ്, അതായത് റെഫ്രിജറേറ്റഡ് കണ്ടെയ്നറാണ്. റെഫ്രിജറേറ്റഡ് കണ്ടെയ്നറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് താപം അല്ലെങ്കിൽ ടെമ്പറേച്ചർ അത് കൺട്രോൾ ചെയ്ത് ഹീറ്റ് ട്രാൻസ്ഫർ മിനിമൈസ് ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചറിൽ ഫുഡായാലും അല്ലെങ്കിൽ അങ്ങനെ പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ് ഒരു പോർട്ടിൽ നിന്ന് അടുത്ത പോർട്ടിലേക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. 2 ടൈപ്പ് കണ്ടെയ്നറുകളാണ്. ഒന്ന് ഡ്രൈ ആയിട്ടുള്ളത്, ഒന്ന് ഈ പറയുന്ന റീഫർ കണ്ടെയ്നർ. ഇതിനകത്ത് കോട്ടൺ സ്റ്റീൽ ഉപയോഗിച്ച് കണ്ടെയ്നർ ഉണ്ടാകുന്നുണ്ട്, അതേപോലെ തന്നെ അലുമിനിയം ഉപയോഗിച്ചുണ്ടാകുന്നു. ഇതിനകത്തുള്ള മെറ്റീരിയൽ സാധാരണഗതിയിൽ പ്ലൈവുഡ് ആയിരിക്കും, അതായത് വെതർ പ്രൂഫ് മറൈൻ ഗ്രേഡ് പ്ലൈവുഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. കണ്ടെയ്നറിന് അടച്ച് ക്ലോസ് ചെയ്ത് ആയിരിക്കും ഷിപ്പിങ്ങിൽ കൊണ്ടുപോവുക. അപ്പോൾ അതിന് ടിക്സ് ലോക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരിക്കൽ ലോക്ക് ചെയ്ത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടെയ്നർ അടച്ചല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കും. വലിയൊരു